കൂട്ടുകാരെ, ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ചേമ്പിൻ്റെ തടയാണ്. കറുത്ത കരിഞ്ചേമ്പെന്ന് പറയാറുണ്ട്. അപ്പോൾ അത് നാട്ടിൻ പ്രദേശത്തൊക്കെ കാണും. അപ്പോൾ അത് വെച്ചിട്ട് ഒരു വെഞ്ചാറാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് തടയെടുത്ത് വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് ഉണ്ടാക്കാവുന്നത് നമുക്ക് നോക്കാം. അതിനായി നമുക്ക് ഇത് എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. ഇത് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ അതിനായി ഇങ്ങനെ പിടിച്ചാൽ മതി കേട്ടോ. നന്നായിട്ട് ഉരിഞ്ഞു വരും. ഇങ്ങനെ ഒന്ന് പിടിച്ചു കൊടുത്താൽ മതി. ഇതാ ഇവിടെ ഇങ്ങനെ ഉണ്ടോ, ഇങ്ങനെ ഉരിച്ചെടുക്കണം. ഉരിച്ചെടുത്തതിന് ശേഷം നമുക്കിത് മൊത്തം ഇങ്ങനെ ഉരിച്ചെടുക്കാം. ചിലർ കൈ ചൊറിയുമെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ കൈയൊന്നും ചൊറിയില്ല കേട്ടോ. അങ്ങനെയൊന്നുമുള്ള ഒരിതില്ല. ഇത് നല്ല ഒരു ഐറ്റമാണ്. നമ്മളെ ശരീരത്തിനും എല്ലാം നല്ല ഒരു ഐറ്റമാണ് കേട്ടോ. വയറ്റിനൊക്കെ നല്ല ഒരു ഐറ്റമാണ്. പിന്നെ ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ തന്നെ. വേറൊരു കറിയും ഇല്ലെങ്കിലും നമുക്കിത് കൂട്ടി മാത്രം കഴിക്കാവുന്നതാണ്. അപ്പോൾ അത്രയും നല്ല ടേസ്റ്റിയും രുചിയുമുള്ള ഒരു കറിയാണ് അത്. ഇതിനായി നമുക്ക് ഇതിനൊന്ന് നന്നായിട്ട് ഇങ്ങനെ എടുക്കാം. അപ്പോൾ ഞാനിവിടെ മൊത്തം ഒന്ന് ഉരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഇനി ഒന്ന് അരിഞ്ഞെടുക്കണം. അത് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഇങ്ങനെ അരിഞ്ഞിട്ടാൽ മതി കേട്ടോ. ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇങ്ങനെ അരിഞ്ഞെടുക്കുക. മൊത്തം നല്ല എളുപ്പമാണ്. പെട്ടെന്ന് തന്നെ നടക്കും. പെട്ടെന്ന് തന്നെ എടുക്കാവുന്ന ഒരു ഐറ്റമാണ്. ഞാൻ തന്നെ മൊത്തം അരിഞ്ഞെടുക്കും. ഇവിടെ മൊത്തത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. വേണ്ടോ, മൊത്തമായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുക്കാം കേട്ടോ. പിന്നെ എളുപ്പമാണ്. പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് ഇനിയും ഉണ്ട് ഇതിൽ. ഇനി ഇതിനെ ഒന്ന് നന്നായിട്ട് കഴുകി, ഒരു വെള്ളം മാത്രമേ കഴുകാവുള്ളൂ. ഒരുപാട് വെള്ളം കഴുകരുത്. അത് ഇതിപ്പോൾ ഒരുപാട് പേർക്ക് അറിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനിത് കാണിക്കുന്നതാണ്. ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെയാണ് കറി വയ്ക്കുന്നതെന്ന്. അപ്പോൾ കറിയായിട്ട് വയ്ക്കുകയല്ല, കറി തീയൽ വേണമെങ്കിലും നമുക്കിത് വയ്ക്കാം. ഉള്ളിയൊക്കെ ഇട്ട് തീയൽ വയ്ക്കാം. അല്ലാതെ തന്നെ നമുക്കിത് പുളുങ്കറിയായിട്ട് വേറെ രീതിക്ക് വയ്ക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി എല്ലാം ഇട്ട് വയ്ക്കാം. ഇതിപ്പോൾ അങ്ങനെയൊന്നുമല്ല ഞാൻ വയ്ക്കുന്നത്. ഇത് വെഞ്ചാറാണ്. അച്ചാർ പോലെയുള്ള ഒരു ഐറ്റമാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ ഇനി ബാക്കി ഞാൻ കാണിച്ചുതരാം. ഇതിനായിട്ട് ചെറിയ ഉള്ളി വേണം കേട്ടോ. ചെറിയ ഉള്ളി വേണം നമുക്ക്. അപ്പോൾ അത് ഞാൻ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനെയും കൂടെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ചെറിയ പച്ചമുളകും വേണം. അതിനായിട്ട് ഇവിടെ ഞാൻ 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് നമുക്ക് കഴുകി അരിഞ്ഞ് വയ്ക്കാം. ഇതിനെ നമുക്കൊന്ന് കഴുകി വാരിയിടാം ഒരു പാത്രത്തിലേക്ക്. ഞാനിപ്പോൾ ഇവിടെ കഴുകി എടുത്തിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം, 1 ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ അതിലേക്ക് ഒഴിക്കുകയാണ്. 1-1.5 2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം കേട്ടോ. നമുക്ക് ഒഴിച്ച് വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് ഞാൻ ഉള്ളിയും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചെറിയ ചുവന്ന ഉള്ളിയും ഇതും കൂടെ പച്ചമുളകും കൂടെ അതിനെയും കൂടെ അതിലേക്ക് തട്ടിക്കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്ന് ചുവന്നുള്ളി, പച്ചമുളകും, കഴുകി വെച്ചിരുന്ന ചേമ്പൻ തടയും കൂടെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് അടച്ച് വയ്ക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. തിളയ്ക്കുമ്പോൾ അത് പൊങ്ങി കളയാൻ സാധ്യതയുണ്ട്. അപ്പോൾ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അടപ്പ് മൂടിയെടുത്ത് കൊടുക്കണം. ശകലം ഒന്ന് നീക്കി വെച്ച് കൊടുക്കണം. ചെറിയ ഫ്ലെയിമിലിട്ട് വയ്ക്കാവുള്ളൂ. ഇപ്പോൾ ഞാൻ അത് വലിയ ഫ്ലെയിമിൽ തന്നെ ഇട്ട് പെട്ടെന്ന് തന്നെ അതൊരു തിളച്ച് വരണം. തിളയ്ക്കുമ്പോൾ നമുക്ക് പുളിയും ഉപ്പും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം കത്തിച്ച് കൊടുക്കാം. ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. കണ്ടോ, പൊങ്ങി വരുന്നത്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്യേണ്ട,
നല്ല കുറച്ച് വെച്ച് കൊടുക്കാം ഫ്ലെയിം. അപ്പോൾ അതങ്ങ് താഴ്ന്നു പോകും കേട്ടോ. ഫ്ലെയിം താഴ്ന്നു പോയി ഓഫ് ചെയ്താൽ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഉപ്പും പുളിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ല അടച്ച് വയ്ക്കരുത്, പൊങ്ങിക്കളയും. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പുളി എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വെള്ളത്തിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഞവിടി ആ വെള്ളം മാത്രം നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുളി ഇച്ചിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല ഞവിടണം, നല്ല പുളിപ്പ് വേണം, എങ്കിലാണ് ആ വെഞ്ചാറിന് ഒരു പ്രത്യേക ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ അത് നമുക്ക് ചോറൊക്കെ കഴിക്കാൻ ഇത് മാത്രം മതി കേട്ടോ. അത്ര നല്ല ടേസ്റ്റി ആയിരിക്കും ഈ കറി. നമുക്ക് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അത് നല്ല തെളിച്ച് തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒഴിക്കുമ്പോൾ നല്ല ചുമന്ന് വരും. അത് നല്ല തെളിച്ച് ഒഴിച്ചു കൊടുക്കണം. അതിലെ അഴുക്കും ഇതൊക്കെ കാണും കണ്ടോ. അത് കൊത്തൊന്നും വീഴണ്ട. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ പാകത്തിനിട്ടാൽ മതി, കണക്കിനിട്ടാൽ മതി. ഈ ഉപ്പും പുളിയും കൂടെ അതിൽ കിടന്ന് നന്നായിട്ടൊന്ന് പിടിച്ച് കഴിയുമ്പോൾ നല്ല ഒരു ടേസ്റ്റായിരിക്കും. ആയിട്ട് നമുക്കൊരു സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി എല്ലായിടത്തും ആക്കി. അപ്പോൾ ഇതെല്ലാം നല്ല ഒന്ന് വെന്തുടയും. നമുക്ക് ഈ പുളിയും ഉപ്പും ഇപ്പോൾ ഇട്ടതുകൊണ്ട് നമുക്കിനി ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്ന് അടച്ച് വയ്ക്കാം. നല്ല അടയ്ക്കണ്ട, അടച്ചു കഴിഞ്ഞാൽ അത് കളയുന്നതായിരിക്കും. അതുകൊണ്ട് അടയ്ക്കണ്ട. ഇതാ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ഇളക്കി നോക്കണം കേട്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വേവണം കേട്ടോ. 10 മിനിറ്റിനകത്ത് വെന്ത് കിട്ടും. പെട്ടെന്ന് തന്നെ പുളിയും ഉപ്പും ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വേവും. അപ്പോൾ ഇതിൻ്റെ പാകമായിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഒന്ന് കായപ്പൊടി ഇട്ട് കൊടുക്കാനുണ്ട്. കട്ടക്കായ ഉണ്ടെങ്കിൽ കട്ടക്കായ ഇടാം. അപ്പോൾ എൻ്റെ കയ്യിൽ പൊടിക്കായമാണുള്ളത്, അതുകൊണ്ട് ഞാൻ പൊടിക്കായ ഇട്ട് കൊടുക്കാൻ പോവാണ്. കായ ഇട്ടപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. കായമാണ് ഇതിൻ്റെ മെയിൻ. ഒരു അച്ചാറെന്ന് പറയുമ്പോൾ നമ്മൾ കായമല്ലേ ഇതിൽ മുന്നിൽ നിൽക്കാനുള്ളത്. കായ അവസാനം ഇട്ടാൽ മതി. ഇതെല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് വറുക്കാനുണ്ട്. വേറെ ഒന്നും തന്നെ ഇതിൽ എടുക്കില്ല, എല്ലാം ഓക്കെയാണ്. ഇത് കൂട്ടി നോക്കണം. നല്ല നിറച്ച് ചോറ് തന്നെ കഴിക്കാൻ പറ്റും. അത്ര നല്ല രുചിയുള്ള ഒരു കറിയാണ്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. നമുക്ക് കടുക് വറുക്കാൻ വേണ്ടി കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം. ചുമന്നുള്ളി നന്നായിട്ട് മൂത്തു. ഇനി ഞാൻ കരിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. ഒഴിച്ചു കൊടുക്കാം. കടുക് വറുത്തതിന് നമുക്കിതിലേക്ക് ഇട്ടിട്ട് കൊടുക്കാം. കുറച്ച് നമുക്ക് എല്ലാം ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്കൊരു ലൈക്ക് തരിക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. ഇനി മാത്രമേ ഞാനിടുന്ന വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. ഇനി നല്ല നല്ല വീഡിയോസുകളുമായി ഉടൻ തന്നെ വരുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് നല്ല ഒരു കറിയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. വയറ്റിനെല്ലാം നല്ല ഇതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. വെഞ്ചാറെന്നാണ് ഇതിന് പറയുന്നത്. ഇതിപ്പോൾ നാട്ടുമ്പുറത്തൊക്കെ കാണും. നാട്ടുമ്പുറത്ത് അല്ലാത്ത ഉള്ളിടത്ത് ഈ വെള്ളത്തിൻ്റെ
ഉള്ളിടത്താണ് ഇത് കൂടുതലും പൊടിക്കാറ്. അപ്പോൾ എല്ലാവരും ചെളിയൊക്കെ ഉള്ളിടത്തൊക്കെ ഇത് പൊടിച്ച് വരാറുണ്ട്. അപ്പം ഇപ്പം വീടുകളിലൊക്കെ നട്ട് വയ്ക്കാറുമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായം അറിയണമെങ്കിൽ എന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.